നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു പതിറ്റാണ്ട് കേരളം ഭരിച്ചിരുന്നത് ഗുണ്ടകൾ. എന്നാൽ ഇപ്പോൾ ഗുണ്ടകൾക്ക് നേരെ തോക്കെടുക്കുന്ന പോലീസിനെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും കാണുന്നു. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ R. സുഗതനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് ഇന്നലെ രാത്രി R. സുഗതൻ്റെ വീട് വളഞ്ഞ് സുഗതനെ കസ്റ്റഡിയിലെടുത്തു. കൗൺസിലറെ പിടികൂടാൻ വട്ടിയൂർക്കാവ് പോലീസ് എത്തിയപ്പോൾ BJP പ്രവർത്തകർ വലിയ പ്രതിരോധവുമായി സുഗതൻ്റെ വീടിന് ചുറ്റും നിരന്നു. തുടർന്ന് വട്ടിയൂർക്കാവ് SHO AC വിപിൻ ആകാശത്തേക്ക് വെടിയുതിർത്തു. വധശ്രമക്കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സുഗതനെന്ന് പോലീസ് പറയുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് തങ്ങൾ അറസ്റ്റ് ചെയ്തത്. സുഗതനെ അറസ്റ്റ് ചെയ്യാൻ വട്ടിയൂർക്കാവ് SHO വിപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ രാത്രി 10 മണിയോടെ വട്ടിയൂർക്കാവ് ചിത്രാനഗറിലെത്തി. എന്നാൽ സുഗതന്റെ അനുയായികൾ വീട് വളഞ്ഞ് വലിയ പ്രതിരോധം തീർത്തു. പ്രവർത്തകർ പോലീസിനെ കയ്യേറ്റം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്നാണ് ആകാശത്തേക്ക് വെടിയുതിർത്തത്. എന്നാൽ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്ത് R. സുഗതനെ അറസ്റ്റ് ചെയ്ത സംഭവം ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വലിയ അഭിമാനത്തോടെയാണ് മാധ്യമസമ്മേളനത്തിൽ വിശദീകരിച്ചത്. മുൻപ് 10ഓളം കേസുകളിൽ പ്രതിയായിരുന്നു R. സുഗതനെന്ന് പോലീസ് പറയുന്നു. ജില്ലാ കളക്ടർ തുടർന്ന് കാപ്പ ചുമത്തി. ഇതിനുശേഷമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വാഴോട്ടുകോണം ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത്. 2 മാസം മുൻപ് ക്ഷേത്രോത്സവത്തിനിടെ 2 പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് ഇന്നലത്തെ അറസ്റ്റ്. കേസിൽ 1ാം പ്രതിയാണ് സുഗതൻ. സുഗതൻ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് മർദ്ദനം നേരിട്ടവർ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവരെ കൗൺസിലർ തടയുകയായിരുന്നു എന്ന് BJP പറയുന്നു. സുഗതന്റെ വീട്ടിൽ ഇന്നലെ രാത്രി നടന്നത് പോലീസ് അതിക്രമമാണെന്നും സുഗതന്റെ ഭാര്യയെ മർദ്ദിച്ചു എന്നും BJP ആരോപണമുന്നയിക്കുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള സുഗതന്റെ മകന്റെ നേർക്ക് പോലീസ് തോക്കെടുത്തു. സുഗതന്റെ അറസ്റ്റ് തലസ്ഥാനത്തെ ഇളക്കി. BJP പ്രവർത്തകർ രാത്രി പ്രതിഷേധവുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി. കാറിലാണ് സുഗതനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് ബസ്സിലാണ് വൈദ്യപരിശോധനയ്ക്കായി തുടർന്ന് കൊണ്ടുപോയത്. താൻ ചിക്കൻ പോക്സ് ബാധിച്ച് ചികിത്സയിലായിരുന്നുവെന്നും പോലീസ് അത് പരിഗണിച്ചില്ല എന്നുമാണ് സുഗതൻ പറയുന്നത്. ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുഗതൻ. ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കേരളം ഗുണ്ടകളുടെ കൈവശമായിരുന്നു. ഇപ്പോൾ പോലീസ് ഗുണ്ടകളെ വേട്ടയാടാൻ തുടങ്ങി എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഗുണ്ടാ സംഘങ്ങൾ ആയുധം താഴെ വയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ പോലീസ് പിടികൂടുമെന്ന് രമേശ് ചെന്നിത്തല ഓർമ്മപ്പെടുത്തി. വട്ടിയൂർക്കാവിൽ ആകാശത്തേക്ക് വെടിവെച്ച് സുഗതനെ പിടികൂടിയ സംഭവത്തിൽ പോലീസിനൊപ്പം ആഭ്യന്തരമന്ത്രിയും നിലകൊള്ളുന്നു. നിയമം നടപ്പിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. സർക്കാർ ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തരമന്ത്രി നൽകുന്നത്. വധശ്രമക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന BJP കൗൺസിലറെ പോലീസ് സാഹസികമായി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണ ലഭിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥർ കർക്കശ നിലപാടുകളുമായി കളത്തിലിറങ്ങുന്നു. അക്രമികളെയും ഗുണ്ടകളെയും അടിച്ചമർത്താൻ പോലീസിന് എല്ലാവിധ ആയുധങ്ങളും തോക്കും ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ 1 മാസത്തിലേറെക്കാലമായി പോലീസിനെ വെട്ടിച്ചൊളിവിൽ കഴിയുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ R. സുഗതൻ രഹസ്യമായി വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വട്ടിയൂർക്കാവ് പോലീസ് സുഗതന്റെ വീട് വളഞ്ഞത് എന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു BJP പ്രവർത്തകർ പോലീസിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത്. സുഗതന്റെ ഭാര്യയെ മർദ്ദിച്ചില്ല, സുഗതന്റെ കുട്ടിയെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തിയില്ല എന്ന് കൃത്യമായി പോലീസ് നിലപാടെടുത്തിരിക്കുന്നു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കടുത്ത പ്രതിരോധമുയർന്നതോടെ സാഹചര്യം കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയാണ് വിപിൻ ആകാശത്തേക്ക് വെടിയുതിർത്തത്. SHO വിപിൻ തൻ്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെക്കുകയായിരുന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ജനവാസ മേഖലയിൽ പെട്ടെന്നുണ്ടായ വെടിവെപ്പ് പരിഭ്രാന്തരായ BJP പ്രവർത്തകർ 4 വാർഡും ചിതറിയോടി.
ഇതോടെയാണ് പോലീസ് സുഗതനെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വലിയ പോലീസ് സന്നാഹത്തോടെയാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവന്നത്. ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി കടയിൽ മുടമ്പ് ക്ഷേത്രത്തിലെ ഉത്സവ ഘോഷയാത്രയ്ക്കിടയിൽ വെള്ളക്കടവിൽ വെച്ച് പുളിയറക്കോണം കുളുമല സ്വദേശിയായ പ്രശാന്ത് എന്ന യുവാവിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കുറ്റമാണ് സുഗതന് മേൽ ചാർത്തിയിരിക്കുന്നത്. പ്രശാന്ത് CPM പ്രവർത്തകനാണ്. ഉത്സവം അലങ്കോലപ്പെടുത്താൻ പ്രശാന്ത് ശ്രമിച്ചു എന്ന ആരോപണം BJP പ്രവർത്തകർ ഉയർത്തുന്നു. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ കർശനമായ നിലപാട് കൊണ്ടാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. സംസ്ഥാനത്ത് അക്രമങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും നടത്തുന്ന എല്ലാത്തരം സാമൂഹിക വിരുദ്ധർക്കുമെതിരെ കടുത്ത നിലപാടാണ് ഇപ്പോൾ ചെന്നിത്തല ഉയർത്തിയിരിക്കുന്നത്. ഗുണ്ടകൾ ഉടൻ തന്നെ തങ്ങളുടെ പണി അവസാനിപ്പിക്കുക, പോലീസ് പിന്നാലെയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയും ലഹരി മാഫിയകൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ അടിച്ചമർത്താനാണ് പോലീസ് സേനയോട് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുക്കാനും സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും ശ്രമിക്കുന്ന ശക്തികൾ ഏത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ടവരായാലും അവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലത്തെ ഗുണ്ടാവിളയാട്ടത്തിന്റെ കാലഘട്ടം അവസാനിച്ചു. ഇനി ക്രമസമാധാന ലംഘനം നടത്തുന്നവർ ആഭ്യന്തരമന്ത്രിയെ ഭയപ്പെടേണ്ടി വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ക്രമസമാധാന നില കൂടുതൽ ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായി സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള മുൻകരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്താൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ യാതൊരു വിധത്തിലുമുള്ള രാഷ്ട്രീയ അനാവശ്യ ഇടപെടലുകൾ അനുവദിക്കില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നത്. വട്ടിയൂർക്കാവിൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പ്രത്യേക കേസെടുക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ശക്തമായ നിലപാടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൈക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് BJP തിരുവനന്തപുരം നേതൃത്വം ശക്തമായ പ്രതികരണമാണ് സുഗതനെതിരെ പോലീസ് നടത്തിയ നടപടിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ചില ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ നിലവിലെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ലഹരി ഇടപാടുകളെക്കുറിച്ചും ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം നടത്തുന്നു. BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി ഇതിനിടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് രംഗത്തെത്തി. സുഗതനെ പോലീസ് മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന് തിരുവനന്തപുരം മേയർ പറയുന്നു. മുൻ LDF MLAയും വട്ടിയൂർക്കാവ് CI വിപിനും ഇതിന് പിന്നിൽ കളിച്ചു എന്നാണ് VV രാജേഷിന്റെ ആരോപണം. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള കേസുകൾ മാത്രമാണ് സുഗതനെതിരെ ചുമത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള 100 കണക്കിന് കേസുകൾ തൻ്റെ പേരിലുമുണ്ട് എന്ന് മേയർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് CI വിപിൻ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒത്താശയോടെ അദ്ദേഹം സുഗതനെ മനഃപൂർവ്വം വേട്ടയാടുകയായിരുന്നുവെന്ന് രാജേഷ് ആരോപണമുന്നയിച്ചു. ഞാൻ മേയറായിരിക്കുന്ന കോർപ്പറേഷൻ വാർഡ് കൗൺസിലറാണ് സുഗതൻ. സുഗതൻ കാപ്പ കേസിലെ പ്രതിയാണോ എന്നതിനുള്ള തെളിവുകൾ പോലീസ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. കാപ്പ കേസിൽ ഒരു വ്യക്തിയെ പ്രതിയാക്കുന്നതിന് മുൻപ് പല നടപടികളുമുണ്ട്. ഒരാളെ കാപ്പ കേസിൽപ്പെടുത്തിയാൽ അയാളെ അത് രേഖാമൂലം അറിയിക്കണം. അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കുകയും ബോണ്ട് വയ്ക്കുകയും ജാമ്യത്തിൽ വിടേണ്ടതുമാണ്. ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ പാതിരാത്രി വീട്ടിൽ കയറി സ്ത്രീകളും കുഞ്ഞുങ്ങളും കൗൺസിലറും മാത്രമുള്ള സമയത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അറസ്റ്റ് നടന്നത് എന്ന് VV രാജേഷ് പറയുന്നു. അടുത്ത വീട്ടിൽ നിന്നും ഓടിയെത്തിയ ഒരു സ്ത്രീയും പുരുഷനും പിന്നെ സുഖമില്ലാത്തതിന് ആശുപത്രിയിൽ കാണിക്കാൻ കുറച്ച് പണം കടം വാങ്ങാൻ സുഗതന്റെ അടുത്തെത്തിയ ആളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചെന്ന മാത്രയിൽ തന്നെ വട്ടിയൂർക്കാവ് CI വിപിൻ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെച്ചു. സുഗതന്റെ 14 വയസ്സുള്ള മകന്റെ നേരെയാണ് ആദ്യം തോക്ക് ചൂണ്ടിയത്. അതിനുശേഷം അയാളുടെ ഭാര്യ അശ്വതിയെ മർദ്ദിച്ചു. ആകാശത്തേക്ക് വെടിവെച്ച് ഒരു കൗൺസിലറെ പിടികൂടേണ്ട സാഹചര്യം തിരുവനന്തപുരത്തുണ്ടോ എന്നാണ് മേയർ ചോദിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അയാളുടെ 10 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. അപ്പോഴേക്കും സുഗതന് ചിക്കൻ പോക്സായി. ഇത് ചൂണ്ടിക്കാട്ടി സുഗതൻ സമയം നീട്ടിക്കിട്ടുന്നതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അതിലിന്ന് ഉത്തരവ് പറയാനിരിക്കവെയാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ സുഗതന്റെ വീട്ടിൽ പോലീസ് തോക്കുമായി ചാടി വീണത് എന്നാണ് മേയർ പറയുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വട്ടിയൂർക്കാവ് മേഖലയിലുണ്ടായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളുടെയും പിന്നിൽ CI വിപിൻ എന്ന ക്രിമിനൽ മാനസികാവസ്ഥയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് മേയർ പറയുന്നു. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു കൗൺസിലറെ പോലീസ് തൂക്കി അകത്തിട്ടു എങ്കിൽ അതിൻ്റെ നിജസ്ഥിതി പൊതുസമൂഹത്തെ അവർ ബോധ്യപ്പെടുത്തട്ടെ. സുഗതനെതിരെ കാപ്പ കേസ് നിലവിലുണ്ട് എന്നത് പോലീസ് വിശദീകരണമാണ്. അക്കാര്യങ്ങളിലെ വിശദാംശവും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ കൊടുങ്കുണ്ടകൾ സുഖമായി വാഴുന്നത് അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പോലീസ് സേനയ്ക്ക് നമുക്ക് അഭിനന്ദനങ്ങൾ നൽകാം. എന്നാൽ രാഷ്ട്രീയ വേട്ടയാകരുത് ഇത്തരം ഗുണ്ടാവേട്ടകൾ. വട്ടിയൂർക്കാവ് സംഭവം കേരളത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ ഒരു കൗൺസിലറെയാണ് ഇന്നലെ ആകാശത്തേക്ക് വെടിവെച്ച് പോലീസ് പിടികൂടിയത്. സുഗതനെതിരെയുള്ള മറ്റു കേസുകളുടെ വിശദാംശം പോലീസ് പൊതുസമൂഹത്തെ അറിയിക്കട്ടെ. ആഭ്യന്തരമന്ത്രി കർക്കശ നിലപാടെടുക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. ഗുണ്ടകൾക്ക് ഇനി സ്വൈര്യജീവിതം കേരളത്തിലുണ്ടാകില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുമ്പോൾ അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. മറുവശത്ത് തിരുവനന്തപുരം BJP നേതൃത്വം കടുത്ത അതൃപ്തിയിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.